2025 മാർച്ച് അവസാനത്തോടെ കേരളത്തിൽ എല്ലായിടത്തും 4G സേവനം ലഭ്യമാക്കുമെന്ന് BSNL സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ്. BSNL സിൽവർ ജൂബിലി സമാപന പരിപാടികളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇതെല്ലാം തന്നെയും മാർച്ച് അവസാനമാകുമ്പോൾ 4G സർവീസ് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ്. അതിൽ 4G എന്ന് പറയുമ്പോൾ അത് ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത 4G ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. BSNL 25ാം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന കോഴിക്കോട് ബിസിനസ് ഏരിയയുടെ വിവിധ ആഘോഷ പരിപാടികൾ ഒക്ടോബർ 16-ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന കൈറ്റ് ചാമ്പ്യൻഷിപ്പോടെ സമാപിക്കുമെന്ന് സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ് അറിയിച്ചു. വൺ ഇന്ത്യ കൈറ്റ് ടീമിന്റെ സഹകരണത്തോടെയാണ് കൈറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ സോസർ കൈറ്റ്, സ്പോർട്സ് കൈറ്റ്, പവർ കൈറ്റ് തുടങ്ങിയ വലിയ പട്ടങ്ങൾ പറത്തും. 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത്. 25th ഫോർമേഷൻ ഡേയോടനുബന്ധിച്ച് ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനും കൂടി നടക്കുന്നുണ്ട്. അത് കോഴിക്കോട്, വയനാട്ടിലുള്ളവർക്ക് വേണ്ടിയാണ്. ഈ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ 10th വരെ ഫോട്ടോഗ്രാഫ്സ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. BSNL കണക്റ്റിംഗ് ഹാർട്ട്സ് എന്നാണ് അതിൻ്റെ തീം. ലാസ്റ്റായിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി, ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പരിപാടി കൈറ്റ് ചാമ്പ്യൻഷിപ്പാണ്. അത് നമ്മൾ ഒക്ടോബർ 16-ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് 3 മണി മുതൽ 6 മണി വരെ ഉള്ള സമയത്ത് ഒരു കൈറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു. സ്ഥാപക ദിനാചരണത്തിന്റെ സമാപന പരിപാടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഫോട്ടോഗ്രാഫി മത്സരവും സംഘടിപ്പിക്കുമെന്നും BSNL അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ BSNL ഉദ്യോഗസ്ഥരും വൺ ഇന്ത്യ കൈറ്റ് ടീം ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.